ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഉത്സവത്തിന്റെ 6ാം ദിവസമായ ഇന്ന് രാത്രി കൃത്യം 9 മണിക്ക് തന്നെ ഓച്ചാമ്പാറ ചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്ന ബാല ഉണ്ടായിരിക്കുന്നതാണ്. അയ്യോ ഓച്ചമ്പാറ ചന്ദ്രൻ അങ്ങ് കേറി വേണ്ട ഇടയാ അതൊക്കെ ഒന്ന് പിടിച്ചുകൂടാ അവരെ പെട്ടെന്ന് വാല തുടങ്ങട്ടെ പെട്ടെന്ന്. അയ്യോ ആ വാലക്കാരിയെ നോക്കിക്കൊണ്ടിരിക്കാതെ പാടെ. അയ്യോ ഓച്ചമ്പാറ ചന്ദ്രൻ അങ്ങ് കേറി വേണ്ട. കമ്മിറ്റിക്കാരെങ്കിലും ഉണ്ട് ഇവിടെ? ഞാനാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാരൻ. ബാല തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഇടപാട് അങ്ങ് തീർക്കായിരുന്നു. രാജു ആ വടിവാളോട്ടിക്ക് വന്നേ ഇവന്റെയൊക്കെ ഇടപാട് അങ്ങ് തീർത്തേരെ. അയ്യോ അതല്ല, പിന്നെ ഈ പരിപാടി തുടങ്ങുന്നേക്കാൾ മുമ്പ് ഞങ്ങളുടെ കാശ് അങ്ങോട്ട് തന്നേക്കാൻ പോകുന്നു. അയ്യോ ഞങ്ങൾ ഇവിടുത്തെ ഡീസന്റ് പാർട്ടിയാ. പാലെ തീരുന്നത് ക്യാഷ് എണ്ണിയും കൈ തരും. തരുമല്ലോ? തീർച്ചയായും. ഉറപ്പാണല്ലോ? ഉറപ്പ്. മറ്റൊന്നാരെ പോലെ പറ്റിക്കില്ലല്ലോ? ഇല്ല 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 ഇല്ല. വേറെ എന്തെങ്കിലും വേണോ? ഇതാണ് ഞങ്ങളുടെ സ്റ്റേജ് ലിസ്റ്റ്. ഒന്ന് വായിച്ചേ. 2 ബക്കറ്റ് വെള്ളം, എണ്ണ, സോപ്പ്. അതാണ് അമ്പലക്കുളം. അവിടെ പോയി അടിച്ച് നനച്ച് കുളിച്ചിട്ട് പരിപാടി തുടങ്ങിയാൽ മതി. ഇത് കുളിക്കാനല്ല, പിന്നെ സ്റ്റേജിലേക്കാണ്. വേറെ എന്തെങ്കിലും വേണോ? പിന്നെ ഒരു കാര്യം, ഒരു കേസ് സോഡ വേണം. വെള്ളമടിയൊക്കെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഒഴിച്ചു തരും. അതാ ഇവിടുത്തെ നിയമം. അയ്യോ വെള്ളം പിടിക്കാനല്ല, പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് കുടിക്കാനാ. അതും കൊണ്ടുതരും. വേറെ എന്തെങ്കിലും വേണോ? പിന്നെ ഒരു കുപ്പി പെട്രോൾ വേണം. അപ്പൊ തീ കൊണ്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അല്ലെണ്ണ, പിന്നെ എന്റെ വണ്ടി പെട്രോൾ തീർന്നാൽ ജംഗ്ഷനിൽ ഇരിക്കുക. ഇതുകൊണ്ട് ഒഴിച്ചിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. അതും ഞങ്ങളുടെ ചെലവിൽ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി എനിക്കുണ്ട്. എന്നാ എടാ ഈ കെട്ടി തൂക്കിയിട്ടൊക്കെ ഇന്ന് കത്തു. അല്ല ഇതെവിടെയും കത്തുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഇന്ന് സംഭവിക്കാൻ പോണത്. പക്ഷെ ഇന്ന് ഞാൻ അതൊക്കെ ഞെട്ടിച്ചോണ്ടില്ല കത്തിക്കും. അയ്യോ വേണ്ടായേ. അന്നിന്റെ എന്തെങ്കിലും തൊട്ടെ. ഇതില് ഏതെങ്കിലും തൊട്ടെ. അതെ തൊട്ട്. അപ്പൊ ഇതാണ് ഫേസ്, ഇത് ന്യൂട്രൽ. കൊള്ളാം. ചന്ദ്രന നമ്മുടെ ബാല കോമഡി ബാലെന്നല്ലേ പറഞ്ഞേക്കുന്നത്? അതെ. ആരെങ്കിലും ചിരിക്കുവന്നാ? എടാ നീ എന്താ വിചാരിച്ചേക്കണത്? ചിരിക്കാൻ വേണ്ടിയല്ലേ 10-20 സിനിമാറ്റിക് ഡാൻസറെ പഠിച്ച് ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയേക്കണത്. അവരെന്ത് കണ്ടാലും ചിരിച്ചോളും. ഇതൊന്ന് ചിരിക്കാൻ പറഞ്ഞു. എടാ അന്നെ പോലെ ചിരിക്കാൻ ചിരി ചിരി ചിരി. അപ്പൊ ഓക്കെ ആണല്ലോ? നല്ല നല്ല കോമഡി സീൻ വരുമ്പോ പൊട്ടിച്ചിരിച്ചോളാം. അപ്പൊ ബാല തുടങ്ങും. എല്ലാവരും റെഡിയാണല്ലോ? കണ്ടോ, ബാല തുടങ്ങുന്നതിന് മുമ്പേ കയ്യടി തുടങ്ങി. അയ്യോ അവിടെ കൈകടി അല്ലെണ്ണ. പിന്നെ നമ്മുടെ നാട് രമണിയെ മുഖത്ത് പൊട്ടിയിടുന്ന ശബ്ദമാ. എങ്ങനെയുണ്ടെന്നാ ഈ ഏരിയ? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. 10-25 വർഷമായിട്ട് ഈ തട്ടേ കിടന്ന് കളിച്ച് വളർന്നവനാ ഈ ചന്ദ്രൻ. അറിയോ, ഇവിടത്തെ കൊച്ചു പിള്ളേർക്ക് പോലെ എന്നെ അറിയാം. ഒരൊറ്റ കുഞ്ഞു പോലും ചലിക്കില്ല. അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ കോൺക്രീറ്റ് പണിക്ക് വന്നേക്കണം. ഹലോ, അതെ അതെ ചന്ദ്രൻ തന്നെ. വേണ്ട വേണ്ട വേണ്ട, കർപ്പൂരവും ശൂലവും ഒക്കെ ഞാൻ കൊണ്ടുവരാം. എത്തിയേക്കാം എത്തിയേക്കാം. തൃക്കാക്കര ക്ഷേത്രമല്ലേ, ബസ് ഇറങ്ങിയിട്ട് നേരെ നടന്നു വരുന്ന വഴി. ഓക്കെ ഓക്കെ ഞാൻ എത്തിയേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ അണ്ണാ പുതിയ ബാല ബുക്കിങ്ങായോ? കഴിഞ്ഞ തവണ നമ്മൾ പരിപാടി നടത്തിയ അമ്പലത്തിലെ കമ്മിറ്റിക്കാരാ. അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർക്ക് നമ്മളെ കിട്ടിയില്ലെന്നോ അവരുടെ കൈത്തരപ്പ് തീർന്നില്ലെന്നോ എന്തൊക്കെയോ. എന്റെ നാക്കി ശൂലം കേൾക്കണമെന്നോ കയ്യിൽ കർപ്പൂരം കത്തിക്കണമെന്നൊക്കെയാണ് അവരുടെ ചിന്ത. ചെറുപ്പക്കാരുടെ ഹോബിയല്ലേ, നിന്നു കൊടുത്തേക്കാം. അണ്ണാ അണ്ണ എല്ലാവരും റെഡിയായി. ബാല തുടങ്ങാം. ശരി തുടങ്ങിയേക്കാം. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. എടാ ഇത്രയും മുടക്കണ്ടെന്ന് അയച്ചു വിളി. സഹോദരി, ഞങ്ങളുടെ ബാല് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പഞ്ചായത്തിലെ എല്ലാവിധ വെളിച്ച വിധാനങ്ങളും അണച്ചു തരണമെന്ന് ഒരപേക്ഷ. ഗ്രീൻ റൂമിലെ ലൈറ്റ് അണയ്ക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം സ്ലിപ്പോൺ ചെരുപ്പിന്റെ ഈറ് കൊണ്ട് മരിച്ച ഞങ്ങളുടെ അനുഗ്രഹീത നടൻ പട്ടണക്കാട് പ്രബലന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഒരു ഫുള്ളും 2 സോഡയും തൊട്ടു നിൽക്കാൻ അച്ചാറും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ബാല് ആരംഭിക്കുന്നു. സംപൂജിതരായ ഗുരുജനങ്ങളെ, ഞങ്ങളുടെ ബാലയുടെ പേര് അമ്പുകണ്ടറിയാവുന്ന വിടുന്നവന്റെ ആവനാഴി. ഭക്തികളുണ്ടോ ഭക്തികളുണ്ടോ? തുമ്പമകറ്റും ശംഖുമാരകരേ, അൻപിൻ നിറകുടമായി വിളങ്ങും കുന്തിമുഖേശ്വരരേ. തുമ്പിക്കയ്യാൽ തുമ്പമകറ്റും ശംഖുമാരകരേ, അൻപിൻ നിറകുടമായി
ഋഷികേശ മഹാരാജാവ് നായാട്ടിനായി കാട്ടിലേക്ക് പോകുന്നു. എത്ര മനോഹരമാണ് ഈ കാലം. കാതോർത്ത് നോക്കിയാൽ പക്ഷികളുടെ മനോഹരമായ കളകളാരവ ശബ്ദം കേൾക്കാം. മഹാരാജൻ, മഹാരാജൻ! എന്താണോ തന്റെ കൂടെ വന്ന ആ തേങ്ങാപ്പതിയുടെ? തേങ്ങാപ്പതിയോ? അല്ല, സേനാപതിയുടെ. അത് സങ്കടമുണർത്തിക്കുന്ന കാര്യമാണ് പ്രഭു. പറഞ്ഞാലും അങ്ങയ്ക്ക് വേണ്ടി ദാഹജലം തേടിപ്പോയ സേനാപതി ഘോരവനത്തിൽ വെച്ച് പുലി പിടിച്ചു. ഈശ്വര, ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ സേനാപതി. എടാ സുരേഷേ, ഇപ്പൊ ചിരിക്കില്ലേ? ഇത് ബാലയുടെ മെയിൻ സെന്റിമെന്റ് സീനാ. കോമഡി സീൻ പിന്നെ വരും, അപ്പൊ ചിരിച്ചാ മതി. ബാക്കിട്ടോ. ഹലോ ഹലോ, ഋഷികേശ മഹാരാജാവാണോ? അതെ, ഋഷികേശ മഹാരാജാവ് തന്നെയാണ്. ഞാനേ അയൽപക്കത്തെ ശശി മഹാരാജാവാ. എന്താണ് ശശി മഹാരാജൻ വിളിച്ചതിന്റെ ഉദ്ദേശ്യം? അല്ല, മഹാരാജാവ് 26-ാം തീയതി ഫ്രീ ആണോ? അതെ, ഫ്രീ ആണ്. എന്താണെന്ന് അവിടെ ചെയ്താലും. എന്നാൽ 26-ാം തീയതി നമുക്കൊരു യുദ്ധം ചെയ്താലോ? ഈ പാവം പിടിച്ച് എന്നെ തൊട്ട് വരാണ്. പാല തകർക്കുന്നുണ്ട്. ചടുലമായ നൃത്തച്ചുവടുകൾ കൊണ്ട് എന്റെ മനസ്സിനെ കോരിത്തരിപ്പിച്ച കാരണസുന്ദരി, നീ ആരാണ്? ഞാൻ അനസൂയ, ശാന്തി ആശ്രമത്തിലെ ജിനിഗുരുവിന്റെ മൂത്തപുത്രി അനസൂയ. ഞാൻ ഇനി സ്വർഗത്തിലെ കട്ടവും പാകുന്നില്ല. ഞാൻ പോയി കഴിക്കുവാനുള്ള കായികനികൾ ശേഖരിച്ചിട്ട് വരാം. ശരി, പോയി വരൂ. ഒറ്റനോട്ടത്തിൽ തന്നെ അപ്സരസുകളെ പോലും തോൽപ്പിക്കുന്ന നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ ആകൃഷ്ടനായിരിക്കുകയാണ്. വരൂ നസൂയ, വരൂ. അരുത് ഭവതി, അരുത്. എന്നെ ശമിക്കരുത്. ഞാൻ അറിവില്ലായ്മ കൊണ്ട് കുഴമ്പിപ്പോയതാണ്. എന്നോട് ക്ഷമിക്കണം. ഇത് ശപിക്കുന്ന സീനാ. ഈ സീനിൽ ചിരിക്കാൻ പാടില്ല. അയ്യോ, അതൊരു കോമഡി എപ്പോഴാണ് വരുന്നത്? കോമഡി അടുത്ത രംഗമാണ്. അതിൽ അടിപൊളി കോമഡിയാ. ചിരിച്ചു മരിച്ചു. അതാ കോമഡി വരുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ ശരി, ഓക്കെ. എന്നെ ശപിക്കല്ലേ. രംഗം 2, ഉൾക്കാട്. രംഗത്ത് രാജാവും ഭടനും. സുരേഷേ, ഇതാണ് കോമഡി. ഇതിനകത്ത് ചിരിച്ച് തകർത്തോ. ഓക്കെ. ഇട്ടോ. ആഹാ, എന്തു മധുരമാണ് ഈ പഴത്തിന്. പഴത്തൊലി ഇവിടെ ഇടാം. രാജാവ് വരുമ്പോ തെന്നി വീഴും. അയ്യോ, ഞാൻ പഴത്തൊലിയിൽ ചവിട്ടി വീണേ. ഞാൻ പഴത്തൊലിയിൽ ചവിട്ടി വീണേ. ഞാനേ പഴത്തൊലിയിലാണ് ചവിട്ടി വീണത്. എടാ സുരേഷേ, ഇതാണ് കോമഡി. ഒന്ന് ചിരിക്കി. അണ്ണ, എടാ അണ്ണ
പറ്റി? എന്ത് പറ്റി? എന്നോട് പറയൂ. എന്നെ ആക്രമിക്കാൻ ദേവഭസ്മാസുരൻ വരുന്നു. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. നീ ആയുധമെടുക്ക്. യുദ്ധം ക്ഷത്രിയന്റെ ധർമ്മമാണ്. എടുക്കുക ആയുധം. എന്നെ വെല്ലുവിളിക്കോ? നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? നിന്നെ ഞാൻ കൊന്ന് നിന്റെ രക്തം കുടിക്കും കുടിക്കും കുടിക്കും. ഒട്ടും ആലോചിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവനെ നിഗ്രഹിക്കൂ. എന്നെ നിഗ്രഹിക്കാൻ ഉള്ള ശക്തി നിനക്കില്ല. എന്റെ ഇടുമ്പോ അയ്യോ ഇവരെ കൊണ്ട് പോട്ടെ. എടാ ചിരിക്കല്ലേ ചിരിക്കല്ലേ, അത് പേടിക്കുള്ള സീനാ. ആ ബാക്കി കാസറ്റ് ഇട്ടോ. ഹേ പത്മാസുര, എന്നേക്കാൾ ശക്തനാണ് നീ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എന്നോടൊത്ത് യുദ്ധം അയ്യോ എടാ എന്താ പറ്റിയത്? അണ്ണാ കാസറ്റ് കുറുകി പൊട്ടിപ്പോയി. കാസറ്റ് കുരുങ്ങി പൊട്ടിപ്പോയോ? അയ്യോ എന്താ ചെയ്യാൻ? നീ ഒരു പണി ചെയ്യേ, അതുകൊണ്ട് ഒറ്റയ്ക്ക്. അപ്പൊ അതുവരെ ഞങ്ങൾ പറഞ്ഞു കളിച്ചോളാം. ഓ ശരിയണ്ണ. ഓക്കെ ഓക്കെ ഓക്കെ. ആരുടെ കൂന്നത്? കൂവാനായിട്ട് ഇവിടെ ആരെങ്കിലും തുണിയിലായിരുന്നോ? നിനക്കൊക്കെ ഇല്ലട അമ്മയും പെങ്ങന്മാരും. ഞാനിങ്ങനെ ഇറങ്ങി വന്നാലേ എന്റെ കയ്യിൽ നഖമുണ്ട്. എല്ലാത്തിനും നേരത്തെ നിർത്തി നുള്ളി തരില്ല. പുഷ്പാനി ഉടക്കണ്ടക്കല്ലേ, അകത്ത് പോ അകത്ത് പോ. അല്ല പിന്നെ ദേഷ്യം വരത്തില്ലേ? എടാ പുഷ്പാനി ഉടക്കണ്ടക്കല്ലേ, അകത്ത് പോ അകത്ത് പോ. ഇടാ നീ പോയിട്ട് വസ്വാസമായിട്ട് പോ അകത്ത് പോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടി അനസൂയെ അനസൂയെ. ഓ ഇവക്കടെ പേരെന്താ? എടി കുഞ്ചക്കാട്ട് രമണി. നിങ്ങളുടെ വന്ന് കാസറ്റ് കുരുങ്ങി പൊട്ടിപ്പോയി. ഇനി നമുക്ക് ആദ്യം മുതൽ പറഞ്ഞു കളിക്കാം. എടി നിന്റെ സീൻ ഒന്ന് പറഞ്ഞു കളിച്ചാൽ മതി. നീ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിലേക്ക് വരണം, മനസ്സിലായോ? ലൈറ്റ് ഇട്ടോ ലൈറ്റ് ഇട്ടോ. അനസൂയ ഓടിവാ ഓടിവാ. ഭസ്മാസുരം വാ ഭസ്മാസുരം വാ. ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഭസ്മാസുരം കടന്നു പോവാ. സ്ത്രീകളോട് ആക്രമിക്കരുത്. ഇങ്ങനെ ഇത് നശിപ്പിക്കും. ആക്രമിക്കരുത്. നീ ആയുധമെടുക്ക്. ശത്രുവിന്റെ മർമ്മമാണ് ധർമ്മമാണ് യുദ്ധം. ഭസ്മാസുരം പറ. ഈ ഡയലോഗ് ഇതിലില്ലല്ലോ. കൊല്ലാനൊന്നും പോകട്ടെ, അവിടെ നിൽക്ക്. അടുത്തത് അനസൂയയുടെ ഡയലോഗാണ്. വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടെന്ന് അവനെ നിഗ്രഹിക്ക്. നിഗ്രഹിക്കാനല്ല നിഗ്രഹിക്കാൻ. ഇനി ഭസ്മാസുരം പറ. ഞാൻ പറഞ്ഞോളാം. KSRTC ബസ് സ്റ്റാൻഡിൽ ഒറ്റ കളി തപസ് ചെയ്ത് വരം മേടിച്ച ആളാ ഞാൻ. കൊല്ലും ഞാൻ കൊല്ലും. ചന്ദ്രണ്ണ കാസറ്റ് ഓക്കെ ആയി. കാസറ്റ് ഓക്കെ ആയോ? എന്റെ ദൈവമേ ദൈവഭാഗ്യം. അതെ കാസറ്റ് ഓക്കെ ആയി. എല്ലാവരും നിന്ന പൊസിഷനിലൊക്കെ നിന്നോ. റെഡി റെഡി. എടാ ഇട്ടോ ഇട്ടോ കാസറ്റ് ഇട്ടോ. ഇടാൻ പോകുന്നു. ഇതോടെ ഞങ്ങളുടെ ബാല് തീർന്നു. അയ്യോ എടാ കുറച്ച് റീവൈൻഡ് ചെയ്തിട്ട് ഓക്കെ റിവൈൻഡ് ചെയ്തോ? എന്നാ ഇട്ടോ ബാല് ആരംഭിക്കുന്നു. അയ്യോ എടാ കുറച്ച് ഫോർവേഡ് ചെയ്യേ. കുറച്ച് ഓടിക്കട്ടെ. കുറച്ച് ഓടിക്ക്. ശരി അണ്ണാ ഇടട്ടെ. ഓക്കെ ഇട്ടോ. ഇതോടെ ഞങ്ങളുടെ ബാല് തീർന്നു. അയ്യോ എടാ കുറച്ച് എന്റെ നേരത്തെ വെച്ചത്. കുറച്ച് നേരത്തെ ഓടിച്ചേ. എന്റെ അണ്ണ റിവെഞ്ച് വർക്കാവുന്നില്ലെന്ന്. നീ അതൊന്ന് ഞെക്കി പിടിച്ചേ. ഞെക്കി പിടിക്കട്ടെ. ഞെക്കി പിടിച്ച് അണ്ണാ ഇപ്പൊ കാസറ്റ് ശരിയോ? ഇല്ലണ്ണ കാസറ്റ് പൊട്ടിപ്പോയി. കാസറ്റ് പൊട്ടിപ്പോയതിന് ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നു. അയ്യോ എന്റെ പൊന്നല്ലേ. ചിരിക്കലടാ, കോമഡി സീൻ ഇനിയും വരുന്നുണ്ട്. അതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടും ബാലെ നടിക്ക് ഒരു ബാലതാരത്തെ. നീ രക്ഷപ്പെടുന്നില്ലേ? അയ്യടാ
ചുണക്കുട്ടന്മാരായ കമ്മിറ്റിക്കാർ ഇപ്പൊ സ്റ്റേജിലേക്ക് പാഞ്ഞ് ഇങ്ങോട്ട് വരും. ഞാൻ അവരെയൊക്കെ പരിചയപ്പെട്ടിട്ടേ പോകൂ. ആ ഇന്ന് ശരിക്കും പരിചയപ്പെടും. അടുക്കരുത് ഞാനാ പറയുന്നത്. ഒരാളെ കൊന്നത് കൊണ്ട് ഒരു സമൂഹം രക്ഷപ്പെടില്ല. അടുക്കരുത്. നിന്നെ തല്ലിയിട്ടോ കയ്യോ കാലോ കൊടുത്തിട്ടോ ഒരു കാര്യമില്ല. കാര്യം നീ പൂച്ച എരുമ പിന്നെ നീ വരും. ഒരു 14 പേര് പറമ്പല്ലായിരുന്നു. അതെ, ഇവിടെ ഇപ്പൊ എത്ര പേരുണ്ട്? 8 പേര്. ബാക്കിയുള്ളവരെ പോയി മൂത്രം ഒഴിക്കാൻ പോയി കാണും. ഒരുമിച്ച് മൂത്രമൊഴിക്കാൻ മുട്ടിയോ? മനുഷ്യന്റെ കാര്യമല്ലേ, മുട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ 8 പേരെങ്കിലും ഉണ്ടല്ലോ. ഈ 8 പേരോ? എടാ ഈ 8 പേര് ഇവിടുത്തെ മൈക്ക് സെറ്റിന്റെയും സ്റ്റേജിന്റെയും കടന്റെയൊക്കെ ആൾക്കാരാ. നീ ഇവിടെ നിറഞ്ഞിട്ട് വേണം അവർക്ക് ഇത് ഇവിടെ നയിച്ചോണ്ട് പോകാൻ. അടുത്ത വർഷം ഞാൻ ഫ്രീ ആയിട്ട് ബാല നടത്തി തരാം. എടാ നിന്റെ പരിപാടി ഇവിടെ നടത്തുന്നതിനേക്കാളും ഭേദം ഞങ്ങൾ നടത്തുന്ന സമൂഹ സത്യ വിഷം കലർത്തുന്ന അരിയോടാ. ഇങ്ങോട്ട് മോള് നിൽക്കണോ? അടുക്കരുത് ഞാനാ പറയുന്നത്. എടാ സുഖു അതിനെ കൊണ്ടുപോടാ. നിങ്ങളും എന്നെ കിട്ടിയാൽ ഇതൊക്കെയല്ല ചെയ്യാൻ പോണത്. അതൊക്കെ ഞാൻ സ്വന്തം ചെയ്തോളാം. എങ്ങനെ ഉണ്ടായിരുന്നു ബാലെ?